അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട വെച്ചിട്ട് ബിരിയാണിയാണ്, എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു അര സ്പൂണ് നെയ്യും ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൽക്ക് ആദ്യമായിട്ട് അണ്ടി മുന്തിരി വറുത്ത് കോരിയെടുക്കുക. മുന്തിരി എല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടി കൂടി ഇടാം. അപ്പോൾ അത് അണ്ടി മുന്തിരിയൊക്കെ വാടിയിട്ടുണ്ട്. ഇത് വേറെ വറുത്ത് അത് നമ്മൾ കോരി വെച്ചിട്ട് ശേഷം സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയല്ല, നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരു സവാളയാണ്, ഇത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതും കൂടി അണ്ടി മുന്തിരിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. നമുക്ക് ലാസ്റ്റ് ചോറിന് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അത് അണ്ടി മുന്തിരി കോരി വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകുതി ഞാൻ ചോറിൻ്റെ കൂടെ ഇടും. പിന്നെ ലാസ്റ്റ് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് അതിന് മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഉള്ളി നല്ല മൂത്തതാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മൂത്ത് കിട്ടുമ്പോഴാണ് ഈ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉള്ളിയുണ്ട്, അതിൽ എണ്ണയുണ്ട്. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ഈ ഓൺ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സാജീരകം, ഇത് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഇറച്ചിയല്ലല്ലോ, മുട്ടല്ല, അതുകൊണ്ട് കുറച്ച് മതി. ഇറച്ചിയിൽ പിടിക്കണ മാതിരി പിടിക്കാനില്ല. ഒരു 1/4 ഇട്ടിട്ടുള്ളൂ ഞാൻ. അതായത് 1/4 കിലോ അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത്. പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2.5 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വലുതാണ്. അതായത് ഇവിടെ ചോറിന് കുറച്ച് മസാല കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളത്. മസാല കുറക്കേണ്ടവർക്ക് സവാള കുറക്കാം. നമ്മൾ ചിക്കനിലേക്ക് ഒക്കെ എടുക്കണ അത്ര തന്നെ വേണമെന്നില്ല കേട്ടോ. ചിക്കനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ മസാല അതിൻ്റെ ടേസ്റ്റും കിട്ടുക. അതിലേക്ക് ഇറച്ചിയിൽ പിടിക്കാനില്ലാത്തതുകൊണ്ട് അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. കുറച്ച് മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലൊന്ന് മൂത്ത് വരണം. നമ്മൾ ഈ ചിക്കനിലിട്ടാൽ പിന്നെ പകുതി വേവ് അതിലാവും. ഇതങ്ങനെ ആവാനില്ല. മുട്ടൊക്കെ നമ്മൾ പുഴുങ്ങി വെച്ചതാവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മുട്ട ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ സവാള പകുതി വേവായി വന്നിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പല ഹോട്ടലിൽ നിന്നും പല ടേസ്റ്റിലാണല്ലോ കിട്ടൽ. ചില ഹോട്ടലിൽ നല്ല ടേസ്റ്റാണ് ഈ കാരം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഹോട്ടലിൽ തന്നെ പോവും, നല്ല ടേസ്റ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഇതിലൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ ടേസ്റ്റ് കിട്ടണേ നമുക്ക് മുട്ടൻ്റെ ടേസ്റ്റ് ഏതായാലും ഇതിലേക്ക് വരില്ല. അപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മട്ടനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ മട്ടൻ്റെ പിന്നെ നെയ്യ് കുറച്ചെടുത്ത് ഫ്രീസറിൽ വെക്കാറുണ്ട്. കൂടുതൽ നെയ്യൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് കറിക്ക് അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെറുതാക്കി അരിയും. നെയ്യ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അറിയില്ല. നമ്മളിതൊക്കെ അരിഞ്ഞു പോവുകയും ചെയ്യും. ഈ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ഹോട്ടലിലൊക്കെ ഇതേപോലെ
ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആ ചിക്കൻ ബിരിയാണിയിലെ മസാല തന്നെ ആയിരിക്കും അത് മുട്ട പുഴുങ്ങിയാണ്ട് വെച്ച് തന്നിട്ട് നമുക്ക് ചോറും ആക്കി തരുന്നതുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ചോറിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് ആ ചോറിന് കിട്ടുകയും ചെയ്യും, അതിൽ മുട്ട ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് പുറത്തേക്ക് കളയാതെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. കുട്ടികളൊക്കെ അപ്പോൾ ഒന്ന് വീട്ടിൽ നല്ല ടേസ്റ്റുള്ള നോക്കല്ലേ. അപ്പോൾ അവർക്ക് മുട്ടായി മസാലയും വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലയെന്ന് പറയും. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കൊരു സാധാ ചോറ് വെക്കണൊക്കെ എളുപ്പത്തിലാവും ചെയ്യും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. ഞാൻ അധികം ഇട്ടിട്ടില്ല, ഞാൻ കുറച്ച് അതിൻ്റെ നെയ്യ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ഒന്ന് വഴറ്റി കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചിക്കൻ ഇട്ട് വേവിക്കും പോലെ വേവിക്കാനില്ലല്ലോ. അപ്പോൾ നല്ല ഒന്ന് കുറച്ചും കൂടി മൂത്ത് കിട്ടട്ടെ ഉള്ളി, അല്ലേ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അണ്ടി മുന്തിരി വറുത്തെടുത്ത എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ അത് 2 സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം അണ്ടി മുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് നെയ്യും 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത്. ഇനി അതിലേക്ക് 1/2 സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, അതേ അളവിൽ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിൽ മുളക് പൊടി കൂട്ടണില്ല, കാരണം ഇതന്നെ എരിവ് ഉണ്ടാവും, നോക്കിയിട്ട് പിന്നെ ചേർക്കാൻ പറ്റുള്ളൂ. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചോറ് വെക്കുമ്പോൾ കൂടുതലായി പോകരുത്. നമ്മൾ ലാസ്റ്റ് മസാല ഒക്കെ റെഡിയായി വരുമ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കണം, നോക്കിയിട്ട് പിന്നെ ഇടാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ല തക്കാളിയൊക്കെ നല്ലൊന്ന് വഴറ്റി കിട്ടണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. ഞാനിതിൽ മുളക് പൊടി ചേർക്കണില്ല പറഞ്ഞല്ലോ, മുളകാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ തക്കാളി ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വേവണം കേട്ടോ. നമ്മൾ കുറേ നേരം മൂടി വെച്ച് വേവിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചപ്പു പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ തണ്ടടക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തണ്ടൊക്കെ നല്ല ടേസ്റ്റാണ്. തണ്ടൊന്നും ആരും കളയരുത്, പക്ഷെ നല്ല വൃത്തിയാക്കി കഴുകണം. ഇതിലൊക്കെ വിഷം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതോട് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കണം. ഞാനിത് മസാല കൂട്ടുമ്പോൾ തന്നെ തണ്ടൊക്കെ ചേർക്കാറാണ്. എനിക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു വലിയ സ്പൂണിൽ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് തൈര്, ചെറുനാരങ്ങ ഒഴിക്കുന്നില്ല കേട്ടോ, തൈര് ഒഴിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ബിരിയാണി ആയാൽ മതിയല്ലോ, ഉണ്ടാക്കിയെടുക്കും ചെയ്യുക. ഇപ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, മീനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഒരു 5 മുട്ട ഉണ്ട് ഞാൻ
ഇട്ട് കൊടുക്കണേ. അത് മുട്ടയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിലത് വരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മാത്രമാണ് പകുതിയാക്കി മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുക. ഇത്ര പെട്ടെന്ന് ആയി കിട്ടുമെന്ന് പറയാം. എളുപ്പത്തിൽ ആയി കിട്ടുന്ന ബിരിയാണിയാണ് എഗ് ബിരിയാണി. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് ഞാൻ കുക്കറൊന്ന് മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പിന് 2 കപ്പ് എന്ന രൂപത്തിലാണ് ഞാൻ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ആ ഇതിലേക്ക് തന്നെ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടണ ബിരിയാണിയിലൊക്കെ ഇടണ ഇല ഉണ്ടല്ലോ, ഞാൻ കുറച്ച് വലുതാക്കി മുറിച്ചതാണ് നമുക്ക് ചോറ് വിളമ്പുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ച അരി ഇട്ടു. 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അതിലേക്ക് പിന്നെ ബാക്കി അരിഞ്ഞ് വെച്ച ചപ്പ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഉള്ളി മൂപ്പിച്ചതുണ്ട്. ഉള്ളി മൂപ്പിച്ചത്, അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരിയൊക്കെ കൂടി അതിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലാകെ ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. 1/2 സ്പൂണും കൂടി നെയ്യ് വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കട്ടോ. നെയ്യ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കണുള്ളൂ. ഇതിലേക്ക് എല്ലാതും ആയിട്ടുണ്ട്. കൂടുതൽ പുളിയൊന്നും ആയി പോകരുത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ മൂടി വെച്ച് നിൽക്കാം. വല്ലാണ്ട് തീ കുറക്കരുത് കേട്ടോ. ഒരു വിസിൽ ആണെങ്കിലും തിളച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇറച്ചിയൊന്നും വേവാനില്ല, ഈ അരി മാത്രം വേവാനുള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്നാവും ഇങ്ങനെ ബിരിയാണി വെച്ചാൽ. അപ്പോൾ നമ്മളെ ചോറ് ബിരിയാണി, എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ചോറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതന്നെ ചോറിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് അധികം കൂട്ടണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കൂട്ടാത്തത്. എന്നാലും 1 സ്പൂണ് നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഉണ്ടോ? ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പകുതി ഞാൻ ചോറിലിട്ടിരുന്നു. അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ അറിയുന്നവർക്കൊക്കെ എൻ്റെ ചാനൽ കാണാത്തവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.